ഇന്ന് ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനും സിമിയും ആനന്ദും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രാത്രി പോയിട്ട് തണ്ണിമത്തം വാങ്ങിച്ച് കഴിക്കാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഈ റൂം ക്ലീനിങ്ങും ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ തണ്ണിമത്തം തന്നെയാണ് ആകെയുള്ള ആഹാരം. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഏകദേശം കട്ട് ചെയ്ത് വെച്ചിരുന്ന തണ്ണിമത്തം മൊത്തം തീർന്നു. പിന്നെ ആകെ ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ, അത് കൊള്ളത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ പുതിയൊരു തണ്ണിമത്തം കൊണ്ടുപോയിട്ട് നിന്ന് മുറിച്ച് തരാൻ പറഞ്ഞു. ആ മാമ ഭയങ്കര പാവമായിരുന്നു, അതുകൊണ്ട് അയാൾ നല്ലതായിട്ട് തുടച്ച് നമുക്കത് മുറിച്ച് തന്നു. ആനന്ദ് നിൽക്കുന്ന നിത്താണ്ടോ, ആനന്ദിന് ഭയങ്കര ഇഷ്ടമാണ് തണ്ണിമത്തം തിന്നാനായിട്ട്. അതിൻ്റെ സന്തോഷത്തിരിക്കണം കൊണ്ടുപോയിട്ടുള്ള ഫുള്ള് വെട്ടി തിന്നാനായിട്ട്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ തണ്ണിമത്തം കിട്ടിയിരിക്കുകയാണ്. തണ്ണിമത്തം കിട്ടി സന്തോഷം നമ്മൾ തുളിച്ചാട് പോവുകയാണ്. ഹോസ്റ്റൽ ചെന്നിട്ട് വേണം ഇത് മൊത്തം കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. പിന്നെ അവിടെ ചിക്കൻ നോക്കി ചിക്കൻ കൊള്ളത്തില്ല. പിന്നെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ പോയി. തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ ചങ്ക തകർന്നു പോയി. കാരണം ഞാൻ തന്നെ സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചതേ ഉള്ളൂ. ഇനി ഇതെല്ലാം അടുക്കി പറക്കണോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഓ മൈ ഗോഡ്. എന്നാൽ ഫുഡ് ബുക്കിംഗ് നമ്മൾ ആദ്യം തന്നെ തണ്ണിമത്തം കട്ട് ചെയ്ത് കഴിച്ചു. സിമിക്കൾ തണ്ണിമത്തം നമ്മൾ വേറൊരു സൈഡിൽ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അത് ചക്കിക്ക് ഒരു പീസ് കൊടുത്തപ്പോഴത്തേക്ക് ചക്കിക്ക് അതൊന്നും വേണ്ട, ചക്കി വലിയ പീസ് തന്നെ കൊത്തണം. വലിയ പീസ് കൊടുക്കാത്തതിൻ്റെ വിഷമത്തിൽ ചക്കി അവിടെ പോയിരിക്കുവാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അത് തിരിഞ്ഞിരിക്കുന്നു.